FCRI താൽക്കാലത്തേക്ക് നിർത്തിവെച്ചെങ്കിലും സഭകൾ തമ്മിലുള്ള വലിയ തർക്കത്തിലേക്കാണ് വിഷയം പോയിരിക്കുന്നത്. അതിൽ ഷോൺ ജോർജ് കൃത്യമായി ഇടപെടുകയും ഷോൺ ജോർജ് FCRI കേരളത്തിൽ ദോഷപരമായി ബാധിക്കുമെന്നും തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നും കൃത്യമായ ചർച്ച വേണമെന്നും ഷോൺ ജോർജിന്റെ ഒരു ഡിമാൻഡ് കൂടി വച്ചുകൊണ്ടാണ് അമിത്ഷാ ഒന്ന് ചവിട്ടിപ്പിടിച്ചത്. ഇപ്പോഴിതാ കാര്യങ്ങൾ തെറ്റിയിരിക്കുന്നു. ഷോൺ ജോർജിനുൾപ്പെടെ കാലുവാരിയിരിക്കുന്നു. അച്ഛന്മാർ പറഞ്ഞു BJP അതൊരു ചർച്ചയ്ക്ക് വെച്ചാൽ അല്ലെങ്കിൽ ഒന്ന് സ്ലോ ഡൗൺ ചെയ്താൽ അതൊന്നുകൂടെ പുനർവിചനം ചെയ്താൽ ഞങ്ങൾ നോക്കാമെന്നുള്ളൊരു ധാരണ അച്ഛന്മാരുടെ ഇടയിൽ നിന്ന് പോയതായിട്ട് കേട്ടു. അങ്ങനെയാണ് ആവേശപ്പെട്ട് രാജീവ് ചന്ദ്രശേഖരും ഷോൺ ജോർജും അനൂപ് ആന്റണിയും ഒക്കെ കൂടി നേരിട്ട് അമിത്ഷായെയും പ്രധാനമന്ത്രിയെയും അവരെയൊക്കെ വിളിച്ച് ചർച്ച ചെയ്ത് കൃത്യമായി FCRI ഒന്ന് തടഞ്ഞു വെച്ചത്. എന്നിട്ടിപ്പോൾ എല്ലാവരും കോൺഗ്രസ് നോട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഷോൺ ജോർജിന്റെ ആക്ഷേപം. അങ്ങനെ ഷോൺ ജോർജ് പറഞ്ഞത് ശരിയാണെങ്കിൽ FCRI വഴി 8ന്റെ പണിയാണ് വരാനിരിക്കുന്നത്. കാരണം നിരവധി സംഘടനകളുടെ, അത് ക്രിസ്ത്യൻ സംഘടന ആവട്ടെ, ഹിന്ദു സംഘടന ആവട്ടെ, മുസ്ലിം സംഘടന ആവട്ടെ, സ്വതന്ത്ര സംഘടന ആകട്ടെ, നിരവധി സംഘടനകൾ ബ്ലാക്ക് ലിസ്റ്റിൽ പോകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. കാരണം അത് പണം വാങ്ങിയതിന് ശേഷം ആ ആവശ്യത്തിനല്ലാതെ മറ്റാവശ്യങ്ങൾക്ക് ചിലവാക്കുകയും വകമാറ്റി ചിലവാക്കുകയും മറ്റ് ഏജൻസികൾ കൊടുക്കുകയും ഒക്കെ ചെയ്തതിന്റെ വലിയ രൂപം വരികയാണ്. അങ്ങനെയാണെങ്കിൽ അത് ക്രിസ്ത്യൻ സഭകളെ വല്ലാതെ ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുമോ? വരാനാണ് സാധ്യത. കാരണം ഷോൺ ജോർജ് ഈ വിഷയത്തിൽ ഇടപെടുകയും അമിത്ഷായോട് ഷോൺ ജോർജ് ഈ വിഷയത്തിൽ സംസാരിക്കുകയും അങ്ങനെ ആഭ്യന്തര മന്ത്രാലയം ഇതിനകത്തൊന്ന് ചവിട്ടിപ്പിടിക്കുകയും ചെയ്തെങ്കിലും ഷോൺ ജോർജിന് അതിന്റെ ഗുണം കിട്ടിയിട്ടില്ല. അഥവാ ഷോൺ ജോർജ് തോറ്റുപോയാൽ മറ്റൊരു ഷോൺ ജോർജിനെ നമുക്ക് കാണേണ്ടി വരും. അനൂപ് ആന്റണിയും ഷോൺ ജോർജും ഒക്കെ തോറ്റുപോയാൽ തീർച്ചയായിട്ടും ക്രിസ്തീയ സഭകളുടെ FCRI ഫണ്ടിൽ വലിയ പണിയായിരിക്കും വരാനിരിക്കുന്നത്. ഞങ്ങളെ പണിഞ്ഞാൽ ഞങ്ങളും പണിയും, പണിക്ക് പണി, ഇനി അല്ലാതെ സൗഹൃദമൊന്നുമില്ല എന്ന് ആൾറെഡി ഷോൺ ജോർജ് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ക്രിസ്തീയ മതമേലധ്യക്ഷന്മാർ ചിരിച്ചുകൊണ്ട് BJPക്കാർക്ക് വോട്ട് കൊടുക്കാം, ഞങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് തടസ്സപ്പെടുത്തി തരൂ എന്ന് പറയുകയും തടസ്സപ്പെട്ടതിന് ശേഷം വോട്ട് മാറി കോൺഗ്രസിന് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് BJP ഫോൾഡറുകളിൽ ഷോൺ ജോർജ് അടക്കമുള്ളവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫീൽഡ് തല റിപ്പോർട്ട്. അങ്ങനെയാണെങ്കിൽ വലിയ പണിയാണ് ക്രിസ്തീയ സഭകളുടെ നേതൃത്വത്തിലുള്ള FCRI സംഘടനകൾക്ക്, അല്ലെങ്കിൽ FCRIയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സംഘടനകൾക്ക് വരാനിരിക്കുന്നത് 8ന്റെ പണിയായിരിക്കും വരാനിരിക്കുന്നത്. കാരണം നേരിട്ട് വാങ്ങുന്ന തുക 1000, 2000, 100, 200 കോടി രൂപയൊന്നും അങ്ങനെ പെട്ടെന്ന് ഒരു വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ ചിലവാക്കി കഴിയാൻ പറ്റുന്നതല്ല. സാധാരണയായി ചെയ്യുന്നത് ഈ സംഘടനകൾ വലിയ തുക കൊണ്ടുവരികയും സപ്ലറ്റ് ചെയ്ത് കൊച്ചു കൊച്ചു സംഘടനകൾക്ക് കൊടുക്കുകയും അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ അത് എഴുതി ചിലവായി കാണിക്കുകയൊക്കെ ചെയ്യും. ഇനി അത് പറ്റത്തില്ല. അതാത് സംഘടന തന്നെ ചെലവഴിക്കണം. 50% അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എന്നുള്ളത് 20% ചുരുക്കിയിട്ടുണ്ട്. അപ്പോൾ വലിയ തുകയെടുത്ത് മറിക്കാൻ കഴിയില്ല. സ്കൂളുകൾ, ഹോസ്പിറ്റൽ പോലുള്ള കാര്യങ്ങൾ നടത്താൻ കഴിയില്ല. വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാൻ കഴിയില്ല. പല ആളുകളും കുടുംബത്തിൻ്റെയൊക്കെ പേരിൽ ട്രസ്റ്റുകൾ ഉണ്ടാക്കി അതിലേക്ക് പണം മറിക്കുന്നു എന്നൊക്കെ വലിയ ആക്ഷേപമുണ്ട്. ഈ ആക്ഷേപമൊന്നും ഇനി നടക്കില്ല. എല്ലാം പിടിക്കാൻ ഷോൺ ജോർജ് തീരുമാനിച്ചിട്ടുണ്ട്. വലിയ പണിയാണ് കേരളത്തിൽ വരുന്നത്. BJPക്ക് സീറ്റുകൾ കിട്ടാതിരുന്നാൽ, 6-7 സീറ്റുകൾ കിട്ടിയ പ്രശ്നം അവിടെ തീരും. പക്ഷെ സീറ്റുകൾ കിട്ടാതിരുന്നാൽ വലിയ പണിയായിരിക്കും, 8ന്റെ പണിയായിരിക്കും FCRIയിൽ വരാൻ പോകുന്നത്. കാണാനിരിക്കുന്ന പൂരം വളരെ വലുതായിരിക്കും, നമുക്ക് ചെറുതായി കാണേണ്ട. ഇപ്പൊ തന്നെ വലിയ തോതിൽ FCRIക്കാരെ പിടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് ക്രിസ്ത്യൻ സംഘടനകളും ഹിന്ദു സംഘടനകളും മുസ്ലിം എല്ലാവരും ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ പരിക്കേൽക്കാൻ പോകുന്നത് ക്രിസ്തീയ സഭകളുമായി ബന്ധപ്പെടുത്തി നിൽക്കുന്ന യോഹന്നാനെ പോലെയുള്ള ആളുകൾ നടത്തുന്ന, ക്രിസ്തീയ സംഘടനകൾ നടത്തുന്ന ചാരിറ്റി ഓർഗനൈസേഷനിന് വലിയ പണിയാണ് വരാൻ പോകുന്നത്. അത് ഒരുപക്ഷെ ഇലക്ഷൻ ആയതുകൊണ്ട് താൽക്കാലികമായി ഒന്ന് തടയണ കെട്ടി നിർത്തിയതാണെങ്കിൽ അതിൻ്റെ ഗുണഫലം BJPക്കും, പ്രത്യേകിച്ച് BJP കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ളവർക്കും, അനൂപ് ആന്റണിക്കും ഷോൺ ജോർജിനും രാജീവ് ചന്ദ്രശേഖരനും ഒന്നും അതുപോലെ ക്രിസ്തീയ മേഖലകളിലുള്ള വോട്ടുകൾ കിട്ടാതെ പോയാൽ തീർച്ചയായിട്ടും ആ 8ന്റെ പണി വരാനിരിക്കുന്നു. ഇത് വളരെ സീരിയസ് ആയിട്ടാണ് അമിത്ഷായും സംഘവും എടുത്തതായിട്ടാണ് അറിയുന്നത്. അമിത്ഷാ നേരിട്ട് ഷോൺ ജോർജിനെ വിളിച്ചിരുന്നു എന്ന് പറയുന്നു. ഈ വിഷയത്തിൽ എന്താണ് കേരളത്തിൽ നമ്മൾ അവരെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടും തിരിച്ച് ഇങ്ങോട്ടൊരു പാലമിട്ടിട്ട് ഇങ്ങോട്ട് അവർ കയറി വരാത്ത എന്തെന്ന് അവർ ചിരിച്ചുകൊണ്ട് നമ്മളെ തേച്ചോ, തിരിച്ചുകൊണ്ട് നമ്മളെ കൊന്നോ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ചിരിച്ചുകൊണ്ട് കൊന്നെങ്കിൽ നമുക്ക് നമ്മുടെ ഒറിജിനൽ ഐഡിയയുമായിട്ട് മുമ്പോട്ട് പോകാം എന്നുള്ള നിലയിൽ കേന്ദ്ര സർക്കാർ വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. അങ്ങനെയാണെങ്കിൽ FCRIയിൽ വലിയ കുരുക്കായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ആ കുരുക്കിൽ ഒരുപാട് സംഘടനകൾ ബ്ലാക്ക് ലിസ്റ്റിൽ പോകാനും പല അക്കൗണ്ട് മരവിപ്പിക്കാനും ഒക്കെയുള്ള വലിയ സാധ്യതയാണ് കാണുന്നത്.
ഷോൺ ജോർജ് ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ ആൾറെഡി അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ പുറത്തു വന്നിട്ടുണ്ട്. FCRA ബന്ധപ്പെടുത്തി വന്നിട്ടുണ്ട്. വർഗീയത വളർത്തുന്നതിനും മതപരിവർത്തനത്തിനും മതചിന്തകൾ കൊണ്ടുപോകുന്നതിനുമൊക്കെ FCR ഫണ്ട് ഉപയോഗിക്കുന്നുള്ള വ്യാപകമായ ആക്ഷേപമുള്ളത് കൊണ്ട് തന്നെ അത് പിടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ പിടിക്കാൻ തീരുമാനിച്ചതിൽ സംഘപരിവാറിന് വലിയ പങ്കുണ്ട്. RSS സംഘടനയുടെ നിർദ്ദേശം കാണും. പിന്നെ BJP അത് വളരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നു. അങ്ങനെ പോവുകയാണെങ്കിൽ കൃത്യമായ മതപരിവർത്തനവും മറ്റു കാര്യങ്ങൾക്കും FCRA ഫണ്ട് ഒരു കാരണവശാലും പ്രയോഗിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിയുന്നു. എന്തായാലും കേരളത്തിലെ ക്രിസ്തീയ സഭകൾ ഞാൻ ഈ പറഞ്ഞതുപോലെ അവർ ചതിച്ചിട്ടുണ്ടെങ്കിൽ, പറ്റിച്ചിട്ടുണ്ടെങ്കിൽ 8ന്റെ പണി കിട്ടും. പല സംഘടനകളുടെയും കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് ഫ്രീസ് ചെയ്യപ്പെടാനും വലിയ സാധ്യതയാണ് കാണുന്നത്.